അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട്. ഇന്നലെ ഒരാളെ പൊക്കിയിട്ടുണ്ടല്ലോ, ഒരു യൂട്യൂബുകാരനെ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പത്രമാധ്യമ രംഗത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട കുറേ ആളുകൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയയുടെ സൽപ്പേരില്ലാതാക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഈ രംഗത്തിന് അപമാനമാണ്, മാധ്യമ രംഗത്തിന് അപമാനമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പൊക്കിയാലൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരൊന്നുമല്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്തും വിളിച്ചു പറയാമെന്ന് കരുതുന്ന ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ സമൂഹത്തിൻ്റെ ശാപമാണ്. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആര് പൊക്കിയാലും കേരളത്തിലെ BJP പൊങ്ങില്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ഇഡിയുടെ ഭീഷണി കേരളത്തിൽ ഏതായാലും ഇല്ല. ഇടയ്ക്ക് ഇഡി നോട്ടീസ് അയക്കും, ഇടയ്ക്കൊന്ന് പേടിപ്പിക്കും, അതങ്ങനെ തന്നെ കെട്ടുപോകും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും മാങ്കൂട്ടത്തിലുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അല്ല, അവർക്ക് ആരെയും കൊണ്ടുവരേണ്ടി വരില്ല. ഞാൻ പറയട്ടെ, അവരുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ഒരു ഇത്രയും സീനിയറും രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ പരിചയമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരു കോർപ്പറേഷൻ്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ട മേയറാണ്, ഏത് പാർട്ടിയാണെങ്കിലും. അതിന് വരെ അദ്ദേഹത്തിനെ പോലെ വ്യക്തി, നരേന്ദ്രമോദിക്ക് വേറെ ഒരുപാട് ജോലിയില്ലേ, ഇവിടെ വികസന രേഖ പ്രഖ്യാപിക്കലാ ജോലി. അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. ബാക്കി വല്ലവരും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും അവർ അധികാരത്തിൽ പോയിട്ട് ഇത്തവണ മുഖ്യ പ്രതിപക്ഷം പോലും ആവില്ല. പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പിന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ, കെ കരുണാകരൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ. അവരൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ കണ്ടവരാ. ഒളിമ്പിക്സൊക്കെ 2036 നടത്തുകയാണെങ്കിലൊക്കെ നടത്താം. അതിന് തക്കവണ്ണ ശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കോളും. അത് BJP ആയാലും ബുദ്ധിമുട്ടണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.